ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട്, ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ജാനുവരി മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ പുതിയ വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഹാപ്പിനെസ് കൊണ്ടുവരട്ടെ, കുറേ ഗുഡ് ലക്ക് കൊണ്ടുവരട്ടെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കണു. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ജാനുവരി മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും എന്ന് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ജാനുവരിക്ക് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ കറണ്ട് ജാനുവരി എനർജി 6 ഓഫ് കപ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി പേജ് ഓഫ് വാൻസ്. നിങ്ങളുടെ ചാലഞ്ച് ജാനുവരിയുടെ ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ 7 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ലിയോ, ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓവറോൾ എനർജി നിങ്ങളുടെ കുറേ ബാലൻസ്ഡ് ആണ്. കുറേ ഒരു ബാലൻസ് ഉണ്ട്. നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ കരിയർ, എല്ലാത്തിലും ഒരു ബാലൻസ്ഡ് എനർജിയാണ് കാണുന്നത്. കുറേ ഗ്രൗണ്ടഡ് എനർജി ഉണ്ട്. ഇത് നിങ്ങളുടെ എനർജി അല്ല വെച്ചാൽ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൻ്റെ എനർജി ആവാം. ഇതൊരു നർച്ചറിങ് ടൈപ്പ് ലവിങ് പേഴ്സൻ്റെ എനർജിയാണ്. കുറേ ഒരു എഫെക്ഷനേറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണെ നിങ്ങളുടെ ജോലിയുടെ ത്രൂ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു വർക്കിംഗ് പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? അപ്പോൾ നിങ്ങൾക്ക് ഈ മാസം ചില ചാലഞ്ചസ് ഉണ്ട്, ചില ബ്ലോക്സ് ഞാൻ കാണുന്നുണ്ട്. ഈ ബ്ലോക്സ്, ഈ ചാലഞ്ചസ് എന്താണ്? ഈ ബ്ലോക്സും ചാലഞ്ചസിൻ്റെ കാരണം നിങ്ങൾക്ക് കുറച്ചൊരു സ്റ്റാഗ്നൻറ്റ് എനർജി നിങ്ങൾ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും എന്തെങ്കിലും ഒരു ബ്ലോക്ക്, ഒരു തടസ്സം വരും. അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ ഒരു വേറെ തരത്തിൽ വേണം അതിനെ ഡീൽ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ നോർമൽ മാതിരി ഒരു സിറ്റുവേഷൻ അല്ല ഇത്. എന്തോ ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് വേണം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നോക്കാം എന്താണ് ഈ കാര്യം എന്ന്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കണേ. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്, ഒരു ക്രഷ്, ഒരു ഇൻഫാറ്റുവേഷൻ്റെ എനർജിയാണ് ഇത്. അപ്പോൾ ഈ പേജ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട്. 5 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ലോസിൻ്റെ എനർജിയാണ്. ഒരു ഫിനാൻഷ്യൽ ലോസ് ആവാം, അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി അല്ല. പുതിയ റിലേഷൻഷിപ്പാണ്, പക്ഷെ അതിലും നിങ്ങൾ ഹാപ്പി അല്ല. ഓക്കെ, 2 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ 2 ഓഫ് സോഡ്സ് ഇവിടെ ഒരു ഡൗട്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഷുവർ അല്ല എന്താ ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് അറിയില്ല. വേറെ കാര്യം എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണ്, പക്ഷേ അവരുടെ ഭാഗത്തിന് ഒരു റിജക്ഷൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് ഇഷ്യൂ ആയിരിക്കാം ഇവിടെ. ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഡൗട്ട്, ഒരു സംശയം, മുമ്പോട്ട് പോകണോ വേണ്ടേ, എന്താ വേണ്ടതെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഇപ്പോഴത്തെ എനർജി ഞാൻ കാണുമ്പോൾ ഒരു 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. ഒരു പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ റീകണക്റ്റ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ ഏതോ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്തില്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണു. അപ്പോൾ ഈ 6 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? ടവർ എനർജി ഉണ്ട്. അപ്പോൾ ഒരു
വലിയ ചേഞ്ചാണ് ഇത്. എന്താ വെച്ചാൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ആദ്യം ഞാനൊരു കരിയർ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലിയുടെ കണക്ഷനിലായിരിക്കും ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ജോലിയുടെ ത്രൂ എന്തെങ്കിലും ഒരു കരിയർ റിലേറ്റഡ് എനർജി ഇവിടെ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്. അപ്പോൾ ഈ പുതിയ തുടക്കം പക്ഷേ നിങ്ങൾ കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യണു. എന്താ വെച്ചാൽ ഇതിൻ്റെ മുമ്പേയും നിങ്ങൾക്ക് കുറേ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിട്ട് അത് ശരിയാവാണ്ട് നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കണു. അതുകൊണ്ട് കുറേ സൂക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ഇപ്പോൾ ബിഹേവ് ചെയ്യണത്. ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ പേജ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ ഇവിടെ ആദ്യം ഞാനൊരു പുതിയ തുടക്കമാണ് കാണുന്നത്. കുറേ പാഷൻ ഉള്ള എനർജി ഈ പേഴ്സൻ്റെ അടുത്ത് നിന്നായിരിക്കും ഈ ഇങ്ങനത്തെ ഒരു എനർജി വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കൺഫ്യൂഷനിലാണ്, എന്താ വേണ്ടേ അറിയില്ല, ഇത് മുമ്പോട്ട് പോവോ. അപ്പോൾ ആദ്യം ആ കൺഫ്യൂഷൻ തിരിച്ചു വരണു നിങ്ങളുടെ ലൈഫിൽ. സ്ട്രെങ്ത്, ലിയോ എനർജി. അപ്പോൾ നിങ്ങൾ കുറേ ബോൾഡായിട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ ആണ് നോക്കുന്നത്. ഈ പേഴ്സണോട് നിങ്ങളുടെ മനസ്സിൻ്റെ ഫീലിങ്സ് പറയാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണത്. ഇവിടെ ഞാനൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷെ അവരുടെ ഭാഗത്തിന് ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ 8 of Swords ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ഒരു ധൈര്യമല്ല മുമ്പോട്ട് പോകാൻ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണെ മറക്കാൻ പറ്റുന്നില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. മൂവ് ഓൺ ചെയ്യുമ്പോഴേക്കും ഈ പേഴ്സൺ ആദ്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുറേ ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസ് ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഫേസ് ചെയ്യണത്. ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവരോട് നിങ്ങൾക്ക് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്നില്ല. ഇവിടെ ക്ലാരിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ മനസ്സിൻ്റെ ഫീലിങ്സ് ഇമോഷണലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ പേഴ്സൻ്റെ കൂടെ. അപ്പോൾ 2 of Pentacles ആണ് അഡ്വൈസ്. യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനാണ്. നിങ്ങളുടെ പ്രാക്ടിക്കലും ഇമോഷണൽ സൈഡിൻ്റെ ഇടയ്ക്ക് ഒരു മിഡ് വേ നോക്കാനാണ് പറയണത്. 3 of Swords ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി കാണാണ്ട്. എന്താണ് ഈ ഹാർട്ട് ബ്രേക്ക് ഇവിടെ ഉള്ളത്? അപ്പോൾ പാസ്റ്റിൻ്റെ ഹാർട്ട് ബ്രേക്കിന് അതിനെ മറന്നിട്ട് മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു റൊമാൻറ്റിക് എനർജി കാണുന്നുണ്ട്. 7 of Pentacles ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ കുറേ സമയം വരെ വെയിറ്റ് ചെയ്തു ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണു. ഇവിടെ ഒരു സ്ട്രോങ് വാട്ടർ സൈനാണ് ഞാൻ കാണുന്നത്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഇവരുടെ ലൈഫിന് പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ മുമ്പേ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ലൈഫിന് നിങ്ങൾ ഒരു പ്രാവശ്യം വിട്ടു പോയിരിക്കണു. ഇപ്പോൾ ആദ്യം ഈ പേഴ്സൺ തിരിച്ചു വരണു. അപ്പോൾ ഇതൊരു പാസ്റ്റ് പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണത്. ഔട്ട്കം ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആദ്യം ഒരു പുതിയ ബിഗിനിങ് ആണ്, പക്ഷെ ഒരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്. ഇവിടെ ഒരു കൊലാബറേഷൻ്റെ എനർജി കാണാണ്ട്, ജോലിയുടെ വർക്ക് റിലേറ്റഡ് എനർജി കാണാണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഏതോ ഒരു സിറ്റുവേഷൻ തിരിച്ചു വരണ എനർജിയും ഇവിടെ കാണാണ്ട്. 10 of Cups ഒരു ഹാപ്പി എനർജിയാണ്, ഹാപ്പി ഫാമിലിയുടെ എനർജിയാണ്, ഒരു ലോങ് ടേം ഫ്യൂച്ചറുടെ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലിയോ? അപ്പോൾ ഇവിടെ ലിയോ നിങ്ങളുടെ പേഴ്സൻ്റെ സൈനിൽ പൈസീസ് കാണാണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, അക്വേറിയസ്, ലിബ്ര, ജെമിനി ഉണ്ട്. വാട്ട് ഡു യു നീഡ് ടു റിലീസ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാസ്റ്റിൻ്റെ ഫിയർ, പാസ്റ്റിൻ്റെ ബ്ലോക്സ് അതാണ് റിലീസ് ചെയ്യാൻ പറയണ യൂണിവേഴ്സ്. പാസ്റ്റിൻ്റെ നിങ്ങളുടെ എക്സ്പീരിയൻസസ് നിങ്ങളെ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യണം. പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പേടിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പാസ്റ്റിനെ വിട്ടിട്ട് മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ മെസ്സേജ് ലിയോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.